கேரள மாநிலத்தைச் சேர்ந்த நெருமங்காட்டு பகுதியைச் சேர்ந்த வழக்கறிஞர் ஒருவர் களியக்காவிளை டிபிஎம் தங்கம் லாட்ஜில் தங்கியிருக்கும்போது அங்குள்ள ஊழியர்களால் தகாத செயல்களுக்கு ஈடுபடுத்த முயன்றுள்ளனர். இதுகுறித்து அவர் கொடுத்த புகாரின் பேரில் களியக்காவிளை போலீசார் வழக்கு பதிவு செய்து விசாரித்து வருகின்றனர். 25/11/2018 அன்று மாலை கன்னியாகுமரி மாவட்டம் களியக்காவிளையில் உள்ள தங்கம் லாட்ஜில் ரூம் எடுத்து தங்கிய பெண் வழக்கறிஞரை 26/11/2018 அன்று காலை 7 மணி அளவில் கதவை தட்டிய அந்த லாட்ஜின் மேலாளர் தூண்டுதலின் பேரில் அந்த லாட்ஜின் பணியாளர்கள் தகாத முறையில் பேசி அத்துமீறியதாக தெரிவிக்கிறார் வழக்கறிஞர். தான் ஒரு வழக்கறிஞர் என தெரிவித்த பின்பு தன்னை துன்புறுத்த வந்த 3 பேரும் ஓடியுள்ளனர். அவர் இதுகுறித்து களியக்காவிளை காவல் நிலையத்தில் புகார் தெரிவித்த போது 2 பணியாளர்கள் மீது மட்டும் நடவடிக்கை எடுக்கப்பட்டுள்ளது. இந்த விஷயத்தில் முக்கியமாக சம்பந்தப்பட்ட அருள்ராஜ் என்ற நபர் தப்பியுள்ளார். அருள்ராஜின் மீது கள்ளச்சாராயம், மணல் திருட்டு, போலீசாரை தாக்கிய வழக்குகள் முன்பே உள்ளன. தங்கம் லாட்ஜின் மேலாளராக உள்ள அருள்ராஜ் மீது மட்டும் எவ்வித நடவடிக்கையும் எடுக்காமல் அவரை காப்பாற்றும் நடவடிக்கையாக இருப்பதால் பெண் வழக்கறிஞர் மன உளைச்சலுக்கு ஆளாகியுள்ளார். தன் மீதான இதுபோன்ற ஒரு தாக்குதல் மற்ற எந்த பெண்களுக்கும் இனிமேல் நடக்கக்கூடாது என்பதால் அருள்ராஜ் என்பவரின் மீது நடவடிக்கை எடுக்க வேண்டும் என்பதில் உறுதியாக உள்ளார். ഹലോ മാഡം, ഞാനാണ് വിനോദിന്റെ ഫ്രണ്ട്. ഹലോ, പറഞ്ഞോളൂ. പാറച്ചാല. ഞാൻ ഇവിടെ തിരക്കായിരുന്നു. എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പം പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ വില്ല ബാറിൽ വന്ന ആൾക്കാരാണ് ഉണ്ടായിരുന്നത് അവിടെ. അപ്പൊ ഈ പുള്ളി അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇത് നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു. പുള്ളി ഇപ്പൊ എന്റെ അടുത്തുണ്ട്. പുള്ളിനെ ഞാൻ കൊടുക്കാം, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും പുള്ളി. ഹലോ, കൊടുക്കണേ മാഡം? ഹലോ, നിങ്ങൾ അവിടെ നിൽക്കായിരുന്നല്ല? ഏതാ? നിങ്ങൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുറത്ത് വണ്ടി എടുക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോ അവന്മാരെല്ലാം കൂടെ ചേർന്ന് ഓപ്പുകാരി എന്ന് എന്നെ വിളിച്ചില്ലേ? ഹലോ മാഡം, ഞാൻ സംഭവം നടക്കുമ്പോ ഞാൻ കളിയിക്കുള്ളതാണ്. ഞാൻ സംഭവം നടക്കുമ്പം ബാറിന്റെ അകത്ത് AC-ന്റെ അകത്ത് ഇരിക്കായിരുന്നു കഴിച്ചുകൊണ്ട്. അപ്പം പുറത്ത് വന്നപ്പം മാഡത്തിന്റെ ഹസ്ബൻഡും അവിടെ റിസപ്ഷനിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അവിടെ വന്ന് റിസപ്ഷനിൽ മാനേജർ ഇരിക്കുന്നില്ല, അവര് വന്ന് മാനേജറുമായിട്ട് ഈ പ്രശ്നം ആയപ്പോഴാണ് ഞാൻ അതിന്റെ അകത്ത് നിന്ന് ഇറങ്ങി വന്ന് വെളിയിൽ വന്ന് നോക്കിയപ്പോൾ നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ അടുത്ത് ഉണ്ടായിരുന്നു. ഞാൻ മാനേജറിന്റെ തൊട്ട് ഇപ്പുറത്ത് നിങ്ങളുടെ പുറകിൽ ഞാൻ നിൽക്കുകയായിരുന്നു. അപ്പം അവിടെ ഇതൊക്കെ സംസാരിച്ചപ്പോ മാഡം ഇതായി പുറത്തിറങ്ങിയപ്പം അപരൂപം എന്ന് പറഞ്ഞ വലിയ പ്രശ്നമാണ് അവര് സംസാരിച്ചത്. അതായത് ഒരു വൃത്തികെട്ട ഭാഷയാണ് പുറത്തു കൂടി നിന്നവര്. അപ്പം ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഞാൻ പുറകിൽ വന്നുകൊണ്ടിരുന്നു. നിങ്ങൾ നേരെ ബൈക്കിന്റെ മുമ്പിൽ പോയി. അവിടെ പോയപ്പം ഇവരെല്ലാരും കിടന്ന് അതായത് അങ്ങനെ ഇങ്ങനെ കൂക്ക് വിളിയും മേഡത്തിന്റെ പറയാൻ ഒക്കാത്ത വാക്കുകളെല്ലാം വിളിച്ചില്ലേ മേഡം? അങ്ങനെ അതന്നെ, അങ്ങനെ മേഡത്തിന്റെ പറയാത്ത ഒക്കാത്ത വാക്കുകളെല്ലാം അവിടെ അവര് പറഞ്ഞു. അപ്പൊ മേഡം എന്ത് ചെയ്തു? ഫോൺ എടുത്ത് അവരെല്ലാം റെക്കോർഡ് ചെയ്തു. ക്യാമറയിൽ എല്ലാം റെക്കോർഡ് ചെയ്തു. മാഡം റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ കണ്ടു. അപ്പം ഞാൻ പുറത്തൊന്ന് നോക്കിയ ഉടനെ മാഡത്തിന്റെ വണ്ടീന്റെ പുറകിൽ എംബ്ലം ഉണ്ടായിരുന്നു, അഡ്വക്കേറ്റിന്റെ എംബ്ലം. അപ്പൊ ഞാൻ അதைയും കണ്ടു. അപ്പൊ ഞാൻ പറയായിരുന്നു, അതിൽ 1-2 വ്യക്തികൾ അങ്ങോട്ടുള്ള കളികളുടെ ഭാഗത്തുള്ള, ബാക്കിയെല്ലാം അവിടെ വന്ന കുടിയാറന്മാര്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ആ സ്ത്രീ എത്ര തെറ്റായ കാര്യമായിരുന്നാലും നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞു. എന്റെ ഭർത്താവ് പറയുന്നത് നിങ്ങൾ ഈ വിനോദിന്റെ കൂടെ ചോദിച്ചു നോക്ക്. എന്റെ വീടറിയാം, വിനോദന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. മേഡം അങ്ങനെയല്ല, മേഡം അല്ല, വേറെ ഒരു സ്ത്രീ ആയിരുന്നാൽ പോലും പറയാൻ പാടില്ല. അത് അവരുടെ ദേഹത്തെ വിൽക്കുന്നത് അവരുടെ കുടുംബത്തെ വളർത്താൻ വേണ്ടിയാണ്. അങ്ങനെ ഒരു സ്ത്രീ ആയിരുന്നാൽ പോലും അങ്ങനെ അവര് സംസാരിച്ചത് തെറ്റാണ്. 100% ഞാൻ അതിനോട് യോജിക്കുന്നില്ല. നിങ്ങളെ പേരെന്തോന്ന്? എന്റെ പേര് ഷംനാഥ് എന്ന് പറയും. അപ്പൊ എന്റെ അടുത്ത് സർക്കിൾ മാഡം ഒരു സ്ത്രീയാണ്. മാഡം എന്റെ അടുത്ത് പറഞ്ഞ് ആ സ്പോട്ടിൽ അവിടെ ഉണ്ടായിരുന്ന ഒരാളെ ഒന്ന് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. കാരണം നമ്മൾ പറയുമ്പോ അവർക്ക് ഇത്തിരി കൂടെ വിശ്വാസം. കാരണം നിങ്ങളും ആ സ്പോട്ടിൽ ഉണ്ട്. നിങ്ങളെ പേരോ അഡ്രസ്സോ ആരെന്നോ അവിടെ പറയൂല.
ഇല്ല മാഡം, ഞാൻ സ്പോട്ടിലുണ്ട്. പക്ഷെ എനിക്ക് അവിടത്തേക്ക് വേണ്ടി എനിക്ക് വന്ന് റെക്കമെൻഡ് ചെയ്യാൻ പറ്റൂല. റെക്കമെൻഡ് അല്ല, എന്നെ വിളിച്ച വാക്ക് നീ കേട്ടതാണ്. തെറ്റാണ് മാഡം. ഞാൻ അവിടെ ഉടക്കുകയും ചെയ്ത്, ഞാൻ അവിടെ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്ത്, അതോടെ ഞാൻ ഏറി ഇപ്പൊ ഇവരവിടെ വന്ന് പറയണ എന്തെന്നറിയാമോ? എന്നെ അവര് ഒന്നും പറഞ്ഞിട്ടില്ലെന്ന്. എന്നെ അങ്ങനെ മോശമായിട്ട് അവിടെ റൂമിൽ വന്നിട്ട് തേടിച്ച് ഇറക്കി വിടണം. ഹോട്ടലുകാർ പറഞ്ഞ ഹോട്ടലുകാർ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പറയണ് അവരാരും എന്നെ പറഞ്ഞിട്ടില്ല, അവരാരും മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അവിടെ നിന്ന പയ്യന്മാരെന്ന് എന്നെ ഒന്നും പറഞ്ഞു. നമ്മൾ സിംഗിൾ റൂമിൽ കിടന്നിട്ട് ഡബിൾ റൂം ചോദിച്ചാണ് പ്രശ്നമായിരുന്നു. ഒരു സിംഗിൾ റൂം അല്ലെങ്കിൽ ഡബിൾ റൂം വേണമെങ്കിൽ നമ്മൾ പൈസ കൊടുക്കാറുണ്ട്. നമ്മളങ്ങനെ കാശില്ലാത്തവരൊന്നും അല്ല. എനിക്ക് സ്വന്തമായിട്ട് 3 വണ്ടി വരെ ഉണ്ട്. നമുക്ക് എന്താ, നമ്മൾ കിടക്കാൻ വന്നാൽ നമുക്ക് ഒരു റൂം മാറിയാൽ 500-1000 രൂപ കൂടുതലാവും. അല്ലാതെ റൂമിനെ ചൊല്ലി എന്തിനാ നമ്മൾ വക കൂടണം? മാറി അങ്ങനെ ഡബിൾ റൂമിലാകുമ്പോൾ നമുക്ക് സന്തോഷം. ഇത് റൂമിനെ ചൊല്ലി ഉണ്ടായാലേ ഇവര് എന്നെ മോശക്കാരിയായിട്ട് ചിത്രീകരിച്ച് സംസാരിച്ചാൽ മാഡത്തിന്റെ റൂമിന്റെ അകത്ത് വന്ന് ഹോട്ടലുകാർ അങ്ങനെ പറഞ്ഞു അന്താ തേപിടിച്ച് പെണ്ണ് എങ്കിൽ ഇറക്കി വിടറ. അങ്ങനെയാണ് നമ്മളിങ്ങനെ റിസപ്ഷനിൽ ഇറങ്ങി വന്ന് നിങ്ങളെ സെക്യൂരിറ്റി വന്ന് എന്ത് വാക്ക് പറഞ്ഞത് ഞാൻ ആരെന്നറിയാമോ? ഞങ്ങൾ ഭാര്യയും ഭർത്താവുമായിട്ട് താമസിക്കുന്നിടത്ത് നിങ്ങൾക്ക് അത് സംശയമാണെങ്കിൽ നിങ്ങൾ പോലീസിനെ വിളിക്കണം. അല്ലാതെ റൂമിൽ വന്ന് ഞാൻ ഒരു പൊസിഷനിൽ ഇരിക്കുന്നതാണ്, ഞാനൊരു അഡ്വക്കേറ്റാണ്. എന്നെ വന്ന് ഒരുത്ത ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടാന്ന് പറഞ്ഞാണ് സംസാരമായത്. അതാണ് നിങ്ങൾ കണ്ടത് അവിടെ വഴക്ക്. അത് റൂമിൽ വന്ന് ഡോറ് കൊട്ടിയിട്ട് നമ്മളെ വിളിച്ചിട്ട് എന്നെ ഇങ്ങനെ പറഞ്ഞു. അതൊന്നും ഞാൻ കണ്ടൊന്നുമില്ല മാഡം. നിങ്ങൾ മറ്റേ മാനേജർ ഇരിക്കുന്നില്ല, വെള്ള ഷർട്ട് വെള്ള മുണ്ട് കൊടുത്ത് അവരുടെ സംസാരിക്കുന്ന സമയം മുതലാണ് ഞാൻ അവിടെ കാര്യങ്ങൾ കണ്ടത്. ഞങ്ങൾ ഭാര്യയും ഭർത്താവും ഇറങ്ങി ഹോട്ടലിന്റെ വെളിയിൽ വന്ന് ഞങ്ങൾ വണ്ടി എടുത്തോണ്ട് പോവാൻ പോലും ഞങ്ങളെ സമ്മതിച്ചില്ല. നിങ്ങൾ കണ്ടതാണല്ല? ഇല്ല മാഡം, ഞാൻ ക്യാമറ എടുത്ത് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത സമയം ഞാൻ ഇങ്ങോട്ട് മാറി. പിന്നെ ഞാൻ പോയി, ഞാൻ ഹോട്ടലിന്റെ അകത്ത് കയറി. CCTV ക്യാമറ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. അല്ല, CCTV ക്യാമറ എടുക്കാനാ DYSP നിങ്ങളെ തക്കല SP വന്നിട്ട് CCTV ക്യാമറ എടുക്കാനാ. അവിടെ നിന്നവരും കൂടിയവരും എല്ലാം കറക്റ്റാ പതിയും. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് മാഡം. ഞാൻ വന്ന് പറയുമ്പം പിന്നെ എനിക്ക് ഇവിടെ അവര് ജീവിക്കാൻ വിടൂല മാഡം. അവര് എല്ലാ ലെവലിലും ഉള്ളവരാണ്. അവര് എന്നെ ജീവിക്കാൻ വിട. എനിക്ക് 4 മക്കളുണ്ട്, 3 പെൺമക്കളും ഒരു. അല്ല, ഞാൻ അങ്ങനെ വന്ന് പറഞ്ഞാല് ലീക്ക് ആക്കൂല. നിങ്ങൾ ആരാണ്, എന്താണ്, എവിടെയാണ് താമസം? ഇല്ല മാഡം, സ്റ്റേഷനിൽ നിന്ന് ലീക്ക് ആവും. സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു കൊടുക്കും. അവന്മാര് ഇവിടെ തങ്ങണ്, അവിടുത്തെ തങ്ങണത് ആ ലോഡ്ജിലാണ്. അതുകൊണ്ട് നമുക്ക് പോലീസ് സ്റ്റേഷനിലൊക്കെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടനെ അവര് പറയും ഇന്ന ആളാണ് വന്നിരിക്കുന്നത്, ഇവിടെ വന്ന് ഇത് കൊടുത്തെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് നിങ്ങളെ വീട് അവിടെ അടുത്ത് തന്നെ? എന്റെ വീട് കളിയിക്കാവുള്ള RCയിൽ. ഷംനാദ് അല്ലേ? ഷംനാദ് മാഡം. പക്ഷെ മക്കളും കുട്ടികളായിട്ടൊക്കെ പറയരുത്. അപ്പൊ എന്റെ ബാല്യകാല സുഹൃത്താണ് സുരേഷ്. അപ്പൊ സുരേഷിന്റെ കൂടെ ഞാൻ പരിചയപ്പെട്ടതാണ്. ഈ സുരേഷിനെ എന്നെ അറിയാം, കാരണം സുരേഷിന്റെ വീട്ടില് ഞങ്ങൾ അവിടെ ഒരു പ്രോഗ്രാം ആയിട്ട് വന്നിട്ടുണ്ട്. അവിടെ ഈ സുരേഷിന്റെ ഞാനും 2 മക്കളും, എന്റെ 2 മക്കളായാലും എന്റെ മോനാണായാലും ഡാൻസ് കളിക്കാനൊക്കെ ഉണ്ടായിരുന്നത്. എന്നിട്ട് എന്നെ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അത്. പക്ഷെ ഒരു കാര്യമായിരുന്നു മാഡം, അപ്പം തന്നെ മാഡം ഒന്ന് വിളിച്ചിരുന്ന, സുരേഷ് എന്നെ വിളിച്ചിരുന്ന ആ സ്പോട്ടിൽ തന്നെ നമുക്ക് എന്തെങ്കിലും നമുക്കത് ഇതാക്കി ഉറപ്പാക്കായിരുന്നു. പക്ഷെ വിനോദ് ഇരിക്കുന്നില്ല. വിനോദാണ് ഡാൻസിന്റെ വിനോദിന് ഒരു കേസുണ്ട്, അത് നോക്കണ വക്കീല് ഞാനാണ്. വിനോദിന് അവിടെ ഒരു കേസുണ്ട്, അവന്റെ കേസ് നോക്കണ വക്കീല് ഞാനാണ്. അറിയാമോ? അവരുടെ അടുത്ത് പറഞ്ഞ നീ ഒന്ന് ദൂരെ കൂടെ ഏതെങ്കിലും ആൾക്കാരെ വിട്ട് പറഞ്ഞേരെ. അവര് അന്ത കോടതിയിൽ വലിയ വക്കീലാണ്. ഞാൻ 10 വർഷം സീനിയോറിറ്റിയുള്ള വക്കീലാണ്, അവിടെ സീനിയർ അഡ്വക്കേറ്റ് ആണ് ഞാൻ. അറിയാമോ? നിങ്ങൾ ഷംനാദ് ഒന്ന് പറഞ്ഞേരെ. നിങ്ങൾ എന്തായാലും ചെയ്തത് ശരിയല്ല. അവർ CCTV ക്യാമറയിൽ എല്ലാവരും കുടുങ്ങുമെന്ന് പറഞ്ഞ എല്ലാവരും. ഞാൻ പോകുമ്പോ മാഡം ഞാൻ അങ്ങനെ പോണവല്ല. കാര്യം എന്നറിയാം, ഞാൻ മീൻ കച്ചവടമാണ്. ഞാന് ഇതുപോലെ എന്തെങ്കിലും ലാഭം കിട്ടുമ്പോ മാത്രം അകത്ത് കയറി അല്പം കഴിക്കും. കാര്യം എന്ന് വെച്ചാൽ എന്റെ ഒരു കൂട്ടുകാരൻ AC-യിലിരിക്കും, അവൻ വിളിക്കും. അല്ല, നമ്പർ ഒന്ന് തരണേ കേട്ടോ, എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാം. അല്ലാതെ കേസിന്റെ കാര്യത്തിലൊന്നും ഞാൻ നിങ്ങളെ ഉപയോഗിക്കൂല. കാരണം നിങ്ങൾക്ക് ആ പേടിയുള്ളതുകൊണ്ട് മക്കളെ വളർത്താനുള്ളതല്ലേ നമ്മൾ പറയൂല. എന്തായാലും നിങ്ങൾ അവന്മാര് ചെയ്തത് ശരിയല്ല. അങ്ങനെ എന്നെ ഹരാസ് ചെയ്തു ഒരു സ്ത്രീയെ 100% അവര്
എല്ലാം കാണിച്ചത് തെറ്റാണ്. അത് ഞാൻ കണ്ണുകൊണ്ട് കണ്ടണ്ട് നിന്ന ഒരു മനുഷ്യനാണ്. അത് കണ്ടാണ് സുരേഷ് എന്റെ പറഞ്ഞപ്പോ ഞാൻ എല്ലാം അച്ചുവിടാതെ സുരേഷ് എന്റെ പറഞ്ഞു കൊടുത്തത്. ഈ സംഭവം നടന്നത് കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ റിസപ്ഷനിൽ നിന്ന് പുറത്തിറങ്ങുന്നത് വരെ ഉള്ള സംഭവത്തിൽ ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ റോഡിൽ ഇറങ്ങിയപ്പോ എന്റെ പിറകെ വന്ന് എന്നെ റോഡ് അവരാർക്കുള്ളതുമല്ല. ഞാൻ വണ്ടി എടുത്തോണ്ട് പോകുമ്പോ ഇപ്പൊ എന്നെ റോഡിൽ ഇറങ്ങിയപ്പം പറഞ്ഞത് ശരിയാണ്. പിന്നെ മേഡം കളികളെ സ്റ്റേഷനിൽ ഒരു ക്യാമറ അതിന്റെ മുകളിലുണ്ട്. കളികളെ സ്റ്റേഷനിൽ ഒരു ക്യാമറ സംഘത്തിന്റെ ബാറിൽ നിങ്ങൾ നിന്നില്ലേ ബൈക്കിൽ, ആ ഭാഗം കംപ്ലീറ്റ് കവർ ചെയ്യുന്ന ഒരു ക്യാമറ അതിന്റെ മുകളിലുണ്ട്. അപ്പൊ അതിൽ വെച്ച് എന്നെ വിളിച്ചത് അതില് നിങ്ങൾ സ്റ്റേഷനിൽ ചോദിച്ചാൽ ചിലപ്പോ സ്റ്റേഷനിൽ അത് കിട്ടാൻ സാധ്യത ഉണ്ട്. കാരണം സ്റ്റേഷൻകാരനും അവരും ഇതിൽ ഒത്തു കളിക്കും മേഡം. അവരും ഇതിൽ ചേർന്ന് മനസ്സിലായില്ല. നിങ്ങൾ വേറെ വലിയ ലെവലിൽ എങ്ങനെയെങ്കിലും അന്വേഷിച്ചാലേ അവർക്ക് ഇതാക്കാൻ പറ്റുള്ളൂ. അല്ല നിങ്ങൾ കളികളെ സ്റ്റേഷന്റെ ഭാഗത്തിൽ മാത്രം കറങ്ങിയിട്ട് ഈ കേസ് മുന്നോട്ട് പോകൂല. നിങ്ങൾക്ക് ചെയ്യുന്ന DSP ലെവലിൽ അങ്ങനെ എന്തെങ്കിലും ഇനിയിപ്പോ സ്റ്റേഷൻകാർ ഒന്നും ചെയ്തില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. ഞാൻ സുപ്രീം കോടതിയിൽ എത്തിക്കും കേസ്. സുപ്രീം കോടതിയിൽ എത്തിക്കും ഞാൻ അവിടെ നിന്ന്. കാരണം സുപ്രീം കോടതി നമുക്ക് എല്ലാവർക്കും ഒന്നു തന്നെയല്ല. അത് എന്റെ കൂടെ പഠിച്ച എത്രയോ അഡ്വക്കേറ്റുമാർ സുപ്രീം കോടതി. എനിക്ക് കളിവയ്ക്കാവിള പോലീസ് സ്റ്റേഷന്റെ ഒന്നും വേണ്ട. കളിവയ്ക്കാവിള പോലീസ് സ്റ്റേഷന്റെ SIക്കെതിരെ ഞാൻ പോകും. SIയും എല്ലാവരും എവരെന്ന് കൈക്കൂലി മാറ്റും കൊണ്ട് എന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കേസ് കൊടുക്കും. ഈ SIക്കെതിരെ ഞാൻ പോകും. കളിവയ്ക്കാവിള സ്റ്റേഷനിൽ ആ കേസ് അന്വേഷിക്കാൻ വന്ന പോലീസുകാരെ SIയെ ഞാൻ ഇതിന്റെ കൂടെ പ്രതിയാക്കി ഞാൻ സുപ്രീം കോടതിയിൽ ഞാൻ കേസ് മൂവ് ചെയ്യും. അറിയാമോ? എന്റെ കൂടെ പഠിച്ച ഞാൻ അക്കാഡമിയിലാണ് പഠിച്ചത്. ലോ അക്കാഡമിയിൽ കണ്ടം VIP ഉള്ള മക്കൾ പഠിക്കണ ലോ അക്കാഡമി സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അന്നേരം എനിക്ക് ഒരുപാട് ഫ്രണ്ട്സുകൾ സുപ്രീം കോടതി. ഞാൻ കോടതി മുഖാന്തരം പോകും. എനിക്ക് ഞാന് இது இவங்களை நான் எப்படியும் விடவே மாட்டேன். இவங்களை என்னுடைய ஃப்ரெண்ட்ல வச்சுதான் இப்படி பேசிட்டு இருக்காங்க. அதனால நான் எங்க ஏது ஹைகோர்ட்ல ஜில்லா எங்க போனாலும் இவங்களை விடவே மாட்டேன். ശരി ചേട്ടാ. അമ്മാള് നിങ്ങൾ അത് നോക്കി. കാര്യം അവിടെ അവര് പ്രവർത്തിച്ചത് വെറും തെറ്റാണ്. അത് മോശമായ കാര്യമാണ്. ഷുവർ ഞാൻ ഓൾറെഡി അവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ പറഞ്ഞു മൈ വൈഫ് ഇന്നലെ അവൻ നൈറ്റ് വന്ന് തുറന്ന് ഞാൻ പോകുമ്പോൾ അവന്റെ അടുത്ത് ഞാൻ പറയുമായിരുന്നു എന്റെ വൈഫാണ്. എങ്കിൽ എന്തിനാ അവൻ തുറന്നു തന്നു? ആ സെക്യൂരിറ്റി വാ യു വിൽ ഓപ്പൺ ദ ഡോർ. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. അല്ല എന്തുകൊണ്ടാണ് അവൻ ഡോർ തുറന്നത്? എന്തൊക്കെ അവൻ ഡോർ തുറന്നു തന്ന് കാലിന് ഒരു ട്രാമ അവന് ക്രിയേറ്റ് പണി വന്ന് ഡോറിൽ വന്ന് என்ன ஒரு தேவையில்லாத கெட்ட வார்த்தை எத்தனை பேசணும் தெரியுமா റൂമിൽ വന്ന്. അത് തന്നെ ഭയങ്കര. അവിടെ റൂമിൽ സംസാരം നടന്നത് എനിക്കറിയില്ല. പക്ഷെ പുറത്ത് കൂടി നിന്നവന്മാര് സംസാരിച്ചത് വെറും തെറ്റാണ്. അത് മോശമാണ്. വൾഗറായിട്ട് വിളിച്ചളഞ്ഞു, കൂവി വൾഗറായിട്ട് വിളിച്ച് നാണം കെടുത്തി. ആകെ ഷെയിമായി. എന്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ ഒരു അനുഭവം ഫീൽ ചെയ്തിട്ടില്ല. ഒരു ആണിനും പെണ്ണിനും അത് മായാത്ത ഒരു സഹിക്കാൻ പറ്റാത്ത, അത് മാറ്റാൻ മായാത്ത ഒരു ഇതാണ് കളികളെ ജംഗ്ഷനിൽ നടന്നത്. അത് എനിക്ക് ഉറപ്പാണ്. ഞാൻ നിങ്ങളുടെ വിഷമം നിങ്ങളുടെ മുഖത്തിൽ ഞാൻ നേരിട്ട് നിന്ന് കണ്ടവനാണ്. എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. നിങ്ങൾ രണ്ടുപേരും തലകുനിഞ്ഞ് നിങ്ങൾ ഒരു പാവത്തെ പോലെ നിങ്ങളെ കൊണ്ട് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പോയ വ്യക്തിയാണ്. അത് ഞാൻ കണ്ടുകൊണ്ട് നിന്നതാണ്. പക്ഷെ നിങ്ങളെ നേരത്തെ ഒരു വാക്ക് ഈ സുരേഷ് എന്ന് പറയുന്ന കഥാപാത്രത്തെ വിളിച്ചെങ്കിൽ അവൻ എന്നെ വിളിച്ചല്ലേ. ഞാൻ കളികളയിലുള്ളവനാണ്. കളികളയിൽ എന്തുണ്ടെങ്കിലും ഈ സുരേഷിന്റെ അടുത്ത് ഇവൻ വിനോദ് വിളിച്ചു പറഞ്ഞാണ് സുരേഷ് ഇന്ന് എന്നെ കാണാൻ വന്നത്. വന്നിട്ട് ഇതേപോലെ മച്ചാ ഇങ്ങനെ തങ്കം ബാറിൽ ഒരു പ്രശ്നം നടന്നിരിക്കണം മച്ചാ, എന്തരാണ് മച്ചാ ഇതിന്റെ ഒരു ഇതിന്റെ ഒരു റീസൺ എന്തരാണ് മച്ചാ, നിനക്കറിയോ എന്ന് പറഞ്ഞ് എന്റെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വാ ഇരി സുരേഷ്. ഞാൻ സുരേഷ് ഇപ്പൊ എന്റെ വീട്ടിലിരിക്കുകയാണ്. അപ്പൊ ഞാൻ സുരേഷിന്റെ എല്ലാ വിഷയവും ഞാൻ സുരേഷിന്റെ പറഞ്ഞു. ഫസ്റ്റ് നിങ്ങളുടെ ആ റിസപ്ഷനിൽ നിന്ന് തുടങ്ങിയ വിഷയം നിങ്ങൾ പുറത്ത് റോട്ടിൽ ഇറങ്ങുന്നത് വരെ നിങ്ങളുടെ തൊട്ടുപുറയിൽ ഞാൻ ഉണ്ടായിരുന്ന ഒരു കഷണ്ടി. ഒരുപാട് ആൾക്കാർ നിങ്ങൾ കണ്ടതല്ലേ. അതിൽ ഒരുത്തൻ മുണ്ട് തുണിയൊക്കെ പൊക്കി കാണിച്ച് അതിൽ അവൻ എവിടെ ഉള്ളവെന്ന് എനിക്ക് പിടിയില്ല.
ഒരു ലുങ്കി ഉടുത്തിട്ട് ഒരു അവൻ വൃത്തികെട്ട വാക്കുകൾ കൂടുതൽ ഉപയോഗിച്ച അവനാണ്. ഒരു കറുപ്പയത്തോടെ പ്രായമുണ്ട്. അവൻ തന്നെ വൃത്തികെട്ട വാക്ക്. പക്ഷെ അവൻ കളികളകാരനല്ല. ജാതി വരെ അവൻ എങ്ങനെ മനസ്സിലാക്കി പൊലോയി എന്ന് വിളിച്ചത്? എന്തോ അത്. പക്ഷെ ഇവര് വീട് ചെങ്കവളയാ ഇവര് പറഞ്ഞത്. എന്റെ വീട് ചൂഴാല്. ചൂഴാല് എന്ന് പറഞ്ഞ അവിടെ ചൂഴാലുകാരനാണെന്ന് തോന്നണവൻ. അവൻ പറയുന്നത് ചൂഴാലിൽ ഇങ്ങനത്തെ ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ലാന്ന്. ഞാൻ 10-12 വർഷം പുറത്താണ്. ഞാൻ മാരീഡ് ആയിട്ട് ഞാൻ ചൂഴാലിലാണെങ്കിൽ ഞാൻ വൈഫിനെ വിളിച്ചോണ്ട് കല്യാണം കഴിച്ച് വിളിച്ചോണ്ട് വന്ന. അപ്പൊ അവന് ജാതി അറിയാം. അവന് അവൻ ചൂഴാലുകാരനാണ്. അവൻ പറയുന്നത് ഞാൻ ചൂഴാലിൽ ജനിച്ചു വളർന്ന എനിക്ക് ഇത് മതി. പ്ലീസ്. പേര് എനിക്ക് അറിഞ്ഞൂടാ. വല്ലപ്പോഴും ഒരു ബാറിൽ വരും, കഴിക്കും. ഒരു ഷർട്ട്. നിങ്ങൾ എനിക്ക് നേരിട്ടൊന്ന് കാണണം. ഞാനിപ്പോ ഒത്തിരി തിരക്കി നിൽക്കുകയാണ്. എനിക്ക് അത്യാവശ്യമായിട്ട് പോകാൻ വേണ്ടി ഞാൻ ഇറങ്ങി നിൽക്കുന്നു. ഞാൻ നിങ്ങളെ നേരിട്ട് വന്നിപ്പോ വന്ന് കാണാം. തിരിച്ചു ഒരു 2 മണിക്കൂർ കഴിഞ്ഞു. ഓക്കെ, ശരി. താങ്ക് യു വെരി മച്ച്. ഹലോ സുരേഷ്, ഒരു അത്യാവശ്യമായിട്ട് പോകാൻ നിൽക്കുന്നു സുരേഷ്. ഞാൻ വിളിക്കാം സുരേഷ്.